ഓക്കെ അവര് പോവില്ല പൊറോട്ട. ഓ നീ ഇറങ്ങുമ്പോ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിലാ പോന്നെ. ഹയസ്റ്റ് പാസ് അല്ലേ പബ്ബിൽ വന്നു. ഇതൊക്കെ ഓവർലാൻഡേഴ്സിൻ്റെ ഒരു ഡ്രീം ലൊക്കേഷനാണ്. ഇവർക്ക് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഇല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വന്ന് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ മഴയായിരുന്നു, ഇപ്പോൾ ഇച്ചിരി തെളിച്ചം വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കയറി വന്ന പാസ് കേട്ടോ. നിങ്ങൾ താഴോട്ട് നോക്കിയോ, എന്താ ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി, എന്താ സംഭവം നോക്കി, എന്താ അങ്ങനെ. ഇനി നമ്മളിതെല്ലാം ഇറങ്ങിപ്പോണം. മഴ പെയ്ത് മൊത്തം സ്ലിപ്പറി ആയി കിടക്കുവാണ്. അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഡ്രൈ ആയിട്ടാണ് കിടന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാണെങ്കിലും ഇതാണ് താഴെ കാണുന്നത് സൗത്ത് ആഫ്രിക്ക. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ മൗണ്ടൻ ടോപ്പ് ലെസോത്തോ. അപ്പോൾ ഡാലി അങ്ങനെ ഒരു പുതിയ രാജ്യത്തും കൂടി എത്തിയേക്കും കേട്ടോ. ഇത്ര വണ്ടി അവിടെ സ്റ്റക്കായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് ഏതൊക്കെയാലും ഇതാണ് ലെസോത്തോലെ ഹട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ പാസ് ഇറങ്ങണം. ഇവിടുത്തെ തണുപ്പ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ തണുപ്പ് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ സ്നോ ഉള്ള സമയത്താണ് ഞാൻ ലെസോത്തോ വിസിറ്റ് ചെയ്തത്. ഇവിടെ സ്കീയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ കാർ എന്ത് ചെയ്യും? ഓക്കെ, അപ്പം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സിറ്റ് നമ്മൾ ഇതൊരു റെക്കോർഡായിരിക്കും. ഒരു പക്ഷേ ഇതൊരു റെക്കോർഡായിരിക്കും. പ്രോപ്പർ ഒരു രാജ്യത്ത് കയറി ഇറങ്ങുന്ന എല്ലാ ഫോർമാലിറ്റിയും നമ്മളിവിടെ ഫോളോ ചെയ്യണം. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ ഒരു കൺട്രി കയറി ഇറങ്ങിയ റെക്കോർഡ് വേണമെങ്കിൽ അല്ലേ, അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ മോസ്റ്റ്ലി വരുന്ന ആൾക്കാർ ഇവിടെ വരാനും ഈ ലാൻഡ്മാർക്കായിട്ടുള്ള ടോപ്പസ്റ്റ് പിന്നെ പബ്ബിൽ വന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെ എല്ലാവരുടെ ഒരു പാർട്ട് ഓഫ് ഹോബിയാണ്. അതിൻ്റെ പാർട്ടായിട്ട് വന്നതാണ്. എന്നാണെങ്കിലും ഞാൻ ഇവിടെ ഈ പുള്ളിക്കാരൻ്റെ പ്രാഡോയ്ക്ക് പണി കിട്ടി. സാനി പാസ് എല്ലാവർക്കും ഒരു പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പുള്ളിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. Electric is the problem. So Toyota helping Toyota. Jimny. Yeah, their batteries. Yeah, Jimny got they got only 1.5 actually. So what's this? This is a 2.4 actually. No, I'm doing a little bit of YouTube. Oh, you did. Yeah. A little bit. Okay. Huh? Thank you. No, the battery. You know what you must do though? You must go because I don't. You got to get through that border post. Oh, okay. Huh? Close at 6. Is it 6? Not 5. I thought it was 5. Okay. Well, battery? No. No, we're going to go something dead. Dead. See if I can get one brought up. Bought from. I'm local. I live here. Okay. So I'll get someone maybe. Okay, bring up one actually. Thank you. No, thanks for pleasure. No, Thank it's you so not. much. It's a problem. ഓക്കെ, പുള്ളിയുടെ ബാറ്ററി ഫുള്ളി ഫ്ലാറ്റായി പോയി. അതുകൊണ്ട് ജംപ് സ്റ്റാർട്ട് അടിച്ചാലും കിട്ടൂല. പിന്നെ നമ്മുടെ താഴെ ബോർഡർ ക്ലോസ് ആകും. പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ വിട്ടോ, പുള്ളി ബാറ്ററി വേറെ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ബിയർ അടിക്കാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര തണുപ്പാണ് പോലും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഒരു 2 അടിച്ചോളെ. പുള്ളിക്കാരൻ ഇവിടുത്തെ ലോക്കൽ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ആരോ ബ്രദറോ കസിനോ താങ്ക് യു പുള്ളി ഇവിടുത്തെ ലോക്കൽ തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ആരോ വിളിച്ചു വരുത്താം, താഴേന്ന് കയറി വരാമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഇവിടെ തൊട്ട് ടോപ്പ് തൊട്ട് വെള്ളം താഴോട്ട് ഒഴുകുവാണ്. ഓഹ്, എന്താ വിസിബിലിറ്റി അല്ലേ, താഴോട്ട് കാണാം. താഴെ കാണുന്നത് സൗത്ത് ആഫ്രിക്ക. അപ്പം ബൈ ലെസോത്തോ. അപ്പം ലെസോത്തോന് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം നോക്കിയാൽ ഇവിടെ തന്നെ സ്റ്റീപ്പായിട്ട് തുടങ്ങും കേട്ടോ. ഓ, താഴോട്ട് കണ്ടോ. നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ലക്കിലി നിങ്ങൾക്ക് കുറച്ച് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഓ, നീ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിലാ പോകുന്നത്. സഞ്ച എഡ്ജോ ഇവിടെ കല്ല സഞ്ച.
2-3 ഹെയർ പിന് കഴിഞ്ഞപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇനി താഴോട്ട് നമുക്ക് ഇറങ്ങി പോകണം. താഴോട്ട് കാണുന്ന വ്യൂ കണ്ടോ, ഓ എന്താ രസം, ഇങ്ങനെ അങ്ങ് വരെ പോകണം. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പം ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ആ മഴ കഴിഞ്ഞതോടുകൂടി മൊത്തം റോഡ് വെറ്റായി. വെള്ളം ഇവിടെ തൊട്ട് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുക സൗത്ത് ആഫ്രിക്കയിലേക്ക്, നല്ല ക്ലിയർ വാട്ടർ. അപ്പോൾ നമ്മളിനി സമയം കളയുന്നില്ല, എല്ലാവരും തണുത്ത് മറച്ചിരിക്കുകയാണ്. അപ്പോൾ പോവാം. എങ്ങനെയുണ്ട് താഴോട്ട് കാണുമ്പോൾ? സൂപ്പർ ലുക്കല്ലേ, അങ്ങ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല അല്ലേ? ഒടിഞ്ഞു കിട്ടിയല്ലേ? തട്ടിയല്ലോ ഇല്ലല്ലോ, ഇല്ല കിട്ടും ഒടിഞ്ഞു ഇല്ല, പോയി പാസ്സായി. റെക്ലെസ്സോ? പിന്നെ ചില ടേൺസ് ഒക്കെ ഒത്തിരി ഷാർപ്പാണ്. എന്നാണെങ്കിലും താഴോട്ട് നോക്കി ഡ്രൈവ് ചെയ്യാൻ എന്താ ഇൻട്രസ്റ്റ് ആണെന്നറിയാമോ? ആ പച്ചപ്പ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. ഇതാണ് ലെസോത്തോ പീപ്പിൾ ആണ് കേട്ടോ, വിറക് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. അതല്ലേ, പക്ഷെ അവര് കരിമ്പടം നന്നായിട്ട് കരിമ്പടം പുതച്ചേക്കും, അല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് അവർക്ക് ഭയങ്കര പാടാ. പേടിച്ചു പെട്ടെന്ന് ഇങ്ങനെ കരിമ്പടം പോലെ അല്ലേ അത് അതിരിക്കുക. ലെസോത്തോയില് പിന്നെ ആൾക്കാർ കുതിരപ്പുറത്തും എല്ലാമാണ് അവിടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ കരിമ്പടം പോലെ ഇങ്ങനെ പുതച്ചിട്ടാണ് പോകുന്നത്. അത് നന്നായിട്ട് കവർ ചെയ്ത്, ചെവിയൊക്കെ കവർ ചെയ്തില്ലെങ്കിൽ നല്ല വിൻഡുള്ള സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ നന്നായിട്ട് പോയില്ലെങ്കിൽ അത് അവർക്ക് ഇത് കിട്ടിയല്ലേ, ഒടിഞ്ഞു കിട്ടിയല്ലേ? റിവേഴ്സ് എടുക്കണോ? വേണ്ട. ഓക്കെ, അവർ പോവില്ല പുറകോട്ട്. നമ്മൾ പിന്നെ നമ്മൾ വെറും ബ്രേക്കിലല്ല ഇറക്കുന്നത് കേട്ടോ, നമ്മൾ ബ്രേക്കിലല്ല ഇറക്കുന്നത്. പിന്നെ H4 എൻഗേജ് ചെയ്തിട്ടാണ് ഇറക്കുന്നത് കേട്ടോ. അതായത് വെച്ചാൽ ഗ്രിപ്പ് അല്ലെങ്കിൽ ബ്രേക്കിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ലൈൻഡർ തീരും. അല്ലാതെ തന്നെ നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ പണി വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നെങ്കിലും മെല്ലെ ബ്രേക്ക് ഏറ്റവും മാക്സിമം കുറച്ചിറക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ എഡ്ജാണല്ലോ സൻസിയ അല്ലേ? ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് അത്ര തോന്നുന്നില്ലല്ലേ? ഇത്ര നമ്മൾ എനിക്ക് തോന്നുന്നത് കയറ്റം കയറുന്നേക്കാളും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇറങ്ങി പോകുമ്പോഴാണ്. കയറി പോകുമ്പോൾ നമ്മൾ വണ്ടി അങ്ങ് പിടിച്ച് പുറകല്ലേ, വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ ഇറങ്ങി പോകുമ്പോൾ നല്ല പിന്നെ സ്കിഡിങ് തോന്നുന്നുണ്ട്, പുറകൊക്കെ തെന്നി പോകുന്നു. കല്ലേ കയറിട്ടെ കല്ല് ഉരുളുവാണെങ്കിൽ നമുക്ക് സ്കിഡിങ് തോന്നുന്നുണ്ട്. അതെ, കുറച്ച് ലൂസ് കല്ല് കിടപ്പുണ്ട്. ഈ സൈഡ് മൊത്തം റോഡ് ഒലിച്ചു പോയേക്കോ സാൻസിയുടെ സൈഡ്. പിന്നെ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചു. സാനീസ് പാസ് ടാർ ചെയ്യണമെന്ന് ലെസോത്തോ പീപ്പിൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് സൗത്ത് ആഫ്രിക്കയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മേജർ ഇതാണ്. വെച്ചാൽ മൗണ്ടനിൽ നിൽക്കുന്നവർക്ക് 1-2 പാസ്സേ ഉള്ളൂ സൗത്ത് ആഫ്രിക്കയിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ അതിലൊരു പാസ്സാണ് ഇത്. പക്ഷേ ഇവിടുത്തെ ഓഫ് റോഡ് കമ്മ്യൂണിറ്റി, സൗത്ത് ആഫ്രിക്കൻ ഓഫ് റോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, അവർ ഇതിന് ഒപ്പോസിഷനാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ റോഡ് ഇതുപോലെ ഈ പറയുന്ന ഓഫ് റോഡിങ് ആയിട്ട് നിൽക്കാനായിട്ട് അവർക്ക് സ്ട്രോങ് ആയിട്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ നോമാൻസ് ലാൻഡ് ഇങ്ങനെ 4x4 ട്രയലായിട്ട് കുറേ കാലമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുമ്പോട്ട് കാണിക്കും ഡോക്ടർ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ന്യൂസും വരാറുണ്ട്. സാനി പാസ് അധികം കാലം ലാസ്റ്റ് ചെയ്യല, അടുത്ത് തന്നെ സാനി പാസ് ടാർ ചെയ്യപ്പെടും എന്നൊരു റൂമറും കേൾക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഫ് റോഡ് കാർക്കൊക്കെ
അത്ര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂസ് ആയിരിക്കില്ല അത്. പക്ഷേ ഇത് കണക്ടിവിറ്റി, രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി കുറേ കൂടെ സ്മൂത്ത് ആക്കും. അപ്പൊ എല്ലാരും തകർത്തോണ്ടിരിക്കുക. എന്താ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ, ഇങ്ങനെ കോട്ട മതിൽ നല്ല പച്ചപ്പ് നിൽക്കുവാണ്. എടാ കള്ള, നീ ഇവിടെ കയറിയിരിക്കണോ? ഫോട്ടോഷൂട്ടിന് ഇരുന്നാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സഞ്ച? എന്തോ രസം എന്നുള്ളത്. ഞങ്ങളിങ്ങനെ വണ്ടി ഒന്ന് തണക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ഒത്തിരി നേരമല്ലേ നമ്മൾ 4x4 എൻഗേജ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്നാണെങ്കിലും സാനിപാസ് എന്ന അത്ഭുതം നമ്മളെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നേക്കാട്ടോ അല്ലേ? സാനിപാസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മൗണ്ടൻ പാസുകളുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളത്, ലോകത്തിലുള്ള പലരെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇച്ചിരി ഈ 4x4 ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഈ സാനിപാസ് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ആഗ്രഹമായിരുന്നു. അത് നല്ല സമയത്ത് തന്നെ വന്ന് ചെയ്യാൻ പറ്റി. അങ്ങോട്ട് മുകളിലെത്തിയപ്പോൾ നല്ല തണുപ്പും മഴയൊക്കെ ആയിരുന്നു. സിഗരറ്റ് വലിച്ചതുകൊണ്ട് ഒരു ഭയങ്കര തണുപ്പായതുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളൻ. ചെന്നു വരുന്നുണ്ടോ? ഇപ്പൊ ഇറങ്ങിപ്പോയ കുഞ്ഞ ജിംനി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ജിംനിയുടെ തൊട്ട് മുമ്പത്തെ മോഡലാണ് ഇത്. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ വലിയ സക്സസ് ആണ്. അത് ഇപ്പൊ 3 പെണ്ണുങ്ങളാണ് അതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുന്നത്. ഞാനും നാട്ടിലൊരു ജിംനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ജിംനി ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്. അപ്പം ഇത് ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ വളരെയധികം സക്സസ്ഫുൾ ആണ്. ആ ജിംനിക്കകത്ത് ഒരു 3 പെണ്ണുങ്ങളാണ് ഈ പറയുന്ന ടെറൈനിലൂടെ ഈസി ആയിട്ട് അവർ അടിച്ചുകൊണ്ട് പോയത്. അപ്പം ജിംനി ഒരു കുഞ്ഞ വണ്ടിയാണ്, എക്കണോമിക്കലാണ്, ഓഫ് റോഡിങ്ങിനൊക്കെ അത് എക്കണോമിക്കലാണ്. പിന്നെ എല്ലാ ടെറൈനിലും എന്നെ കൊണ്ടുപോകാനും പറ്റും. അത് ഞാനൊരു ജിംനി എടുക്കുന്ന സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് അവർ സാനിപാസ് കൂളായിട്ട് 3 പെണ്ണുങ്ങൾ ആ ജിംനിയിൽ അടിച്ചു പോയപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയിലൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അവനെ ചോദിച്ച സഞ്ജ വായിസ് ചെയ്യാൻ ഇറ്റ് ലുക്ക് സോ നീറ്റ്. അത് നല്ലൊരു കാര്യമാണല്ലോ. ശരിയാണ്. അത് ആരാണോ ലോൺ ചെയ്യുന്നത്? ഈ ഗോഡ് ലോൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി. നല്ല സ്മൂത്ത് ആയിട്ട് അല്ലേ മൗണ്ടൻ ഒക്കെ അല്ലേ? നമ്മുടെ നേച്ചർ നമുക്ക് വേണ്ടി ലോൺ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ ഓർത്തു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗാർഡൻ വന്ന് ക്ലീൻ ആക്കി കഴിയുമ്പോ ഗ്രാസ് നല്ലതായിട്ട് ഇരിക്കത്തില്ലേ, അതുപോലെ കണ്ടപ്പോ ഓർത്തു ആരെങ്കിലും ഇത് ക്ലീൻ ആക്കുന്നുണ്ടോന്ന്. അതാണോടാ നീ എൻജോയ് ചെയ്യുന്നത്? തല പുറത്തിട്ട് നീ എൻജോയ് ചെയ്യുന്നത്? കൊള്ളാലോടാ. ആ നല്ല ഫ്രഷ് എയറും ഉണ്ടല്ലേ, തല ഇടിക്കരുത്, അത്രയോ പറയാനുള്ളൂ. Yes, bye-bye. LC59 ZC GP. അങ്ങനെ നമ്മൾ ലെസോത്തോയോട് ബൈ പറഞ്ഞ് വീണ്ടും സൗത്ത് ആഫ്രിക്ക കയറിയിരിക്കുകയാണ്. അപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു സാനിപാസ് അടിക്കാന്നുള്ള ആ പരിപാടി നമ്മൾ പെട്ടെന്ന് തീർത്തു. വളരെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇത്രയും ഈ 4x4 ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു പാസ്, ഇത് മദർ ഓഫ് ഓൾ പാസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാസ് നമ്മൾ മിസ് ചെയ്യാൻ പാടുണ്ടോ? അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വണ്ടി സെലക്ട് ചെയ്തതൊക്കെ. 1950 പണി കഴിപ്പിച്ച റോഡാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഉണ്ടായ റോഡാണ്. ഇപ്പോഴും അവർ ഓഫ് റോഡ് ട്രെയിനായിട്ട് നിലനിർത്തുന്നു. അത് ലോകത്തുള്ള പല ഭാഗത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും 2 രാജ്യത്തിനും ഒത്തിരി റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡേഴ്സ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു
ബൈ ബൈ. Bye from beyond borders.